ഹായ്, വെൽക്കം ഓൾ ടു ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ്. അപ്പോൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആണ്, ഒരു എക്സ്പെരിമെൻറ്റ് ബ്ലോഗാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കൊരു പഴയ ഐപാഡ് ഉണ്ട്, ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഐപാഡിൻ്റെ മുകളിൽ ഈ വാഷ് പെയിൻറ്റ് പറ്റുമോ. അപ്പോൾ ഇതാണ് എൻ്റെ ഐപാഡിൻ്റെ പുറം ഭാഗമാണിത്. ആൻഡ് നല്ല മഴയുണ്ട്. ഓക്കെ, സോ നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഐപാഡ് നമ്മൾ പ്ലേസ് ചെയ്യുക ആൻഡ് ദെൻ മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് ഈസ് ക്ലീൻ. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ടു പെയിൻറ്റ്. നൗ വൈറ്റ് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനൊരു യെല്ലോ പെയിൻറ്റ് അടിച്ചു. ബിക്കോസ് നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ മീനിയൻസ് ആണ്. അപ്പോൾ മീനിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഐപാഡ് ഡിസൈൻ, ബാക്ക് കവർ ഡിസൈൻ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇറ്റ്സ് എ ചലഞ്ച്. സോ ഐ സ്റ്റാർട്ടഡ് ടു ടേക്ക് ദ പെയിൻറ്റ് ആൻഡ് ആസ് സൂൺ ആസ് ഐ സ്റ്റാർട്ടഡ് ടു പെയിൻറ്റ് ഓൺ ദ പെയിൻറ്റ് എടുക്കാൻ തുടങ്ങി. ലൈക്ക് ആ അണ്ടർനീത്തുള്ള പെയിൻറ്റ് എടുക്കാൻ തുടങ്ങി. സോ ഐ തോട്ട് ഓക്കെ വാട്ട് ഈസ് ദിസ്. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് കുറേ ഇങ്ങനെ പറയുക ചലഞ്ച് പോലെ എനിക്ക് ഓൾറെഡി വന്നായിരുന്നു പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ. ആൻഡ് ദെൻ ഐ തോട്ട് ഓക്കെ ഐ ഗോ വിത്ത് ദ ഫ്ലോ, ഐ സീ ടു ഇറ്റ് വെദർ ഇറ്റ്സ് കമ്മിങ് ഔട്ട് ഗുഡ് ഓർ നോട്ട്. ഞാൻ ചെയ്യാം എന്ന് വിചാരിച്ചു. നമുക്കെപ്പോഴും ലൈഫിൽ അങ്ങനെയാണല്ലോ സിറ്റുവേഷൻസ് വരിക. നമുക്കെപ്പോഴും ഒരു സെക്കൻഡ് ചാൻസ് അല്ല, ശരിക്കും ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നത്. നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഐ സ്റ്റാർട്ട് ടു പെയിൻറ്റ് റൈറ്റ് അവേ. അങ്ങനെ തന്നെ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. ദ ഹോൾ തിങ് ഐ പെയിൻറ്റഡ് ദ ഹോൾ തിങ് ഇൻ യെല്ലോ. ആ ഒരു പ്രോസസ്സ് തന്നെ കുറച്ച് സമയം എടുത്തു. ശരിക്കും പറയാന്ന് വെച്ചാൽ എത്ര മണിക്കൂറാന്ന് വെച്ചാൽ ബിക്കോസ് ഇത് ഉണങ്ങണം, ഈ പെയിൻറ്റ് ഇതൊക്കെ ഉണങ്ങണം. ആൻഡ് ഫൈനലി ഐ സ്റ്റാർട്ടഡ് ടു ഡ്രോ ദി ക്യാരക്ടേഴ്സ്. ആ മീനിയൻ ക്യാരക്ടറിൻ്റെ കണ്ണുകൾ വരയ്ക്കാമെന്ന് വിചാരിച്ചു. കണ്ണുകൾ വരച്ചപ്പോൾ ഭയങ്കര കോമഡി. ഇതിപ്പോൾ മീനിയൻ്റെ പോലെ എക്സ്പെരിമെൻ്റ് പോലെ ഫീൽ ചെയ്ത്. ശരിക്കും നമ്മൾ ആ ഒരു ക്യാരക്ടർ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് ഒക്കെ ഇതിൽ കൊണ്ടുവരിക എന്നൊക്കെയായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്സ്. പക്ഷേ അത് ഞാൻ പറയാണ്ട് തന്നെ എനിക്ക് എൻ്റെ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ കുറേ കുട്ടി കാര്യങ്ങൾ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതൊന്ന് ശരിയാക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഐ ട്രൈ ഔട്ട് അനദർ ഐഡിയ. മലയാളം മിനിയൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയാലോ, എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് ടു സ്ലോ മൈ പ്രോസസ് ആൻഡ് ഫൈനലി യു ഗെറ്റ് ടു സീ ദ ഫൈനൽ തിങ്സ് ദാറ്റ് ഐ ഹാവ് ഡൺ. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ഷോ ദാറ്റ് നോ മാറ്റർ വാട്ട് ദ തിങ് യു ഷുഡൻറ്റ് ഗിവ് അപ്പ് ഓൺ യുവർ തിങ്സ് എന്നുള്ളതാണ് ശരിക്കും പറയാൻ ഈ ഒരു ചലഞ്ച് ചെയ്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ഡിസ്കവറി ചെയ്തുകൊണ്ടിരിക്കുക, ആൻഡ് സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ നൈസ് പീസ് വിച്ച് ഈസ് ഇറ്റ് ഈസ് ലൈക്ക് വെരി ഗുഡ്. ആക്ച്വലി എനിക്ക് ബെസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം ഞാൻ ചെയ്തു. And this is the session. I hope you like the challenges. ഇങ്ങനത്തെ കുറേ challenges ഇനി കാണണമെന്നുണ്ടെങ്കിൽ do subscribe and follow and share. Thank you for joining me.